ഹലോ മക്കളെ, നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ നോക്കാം. റിവർ ഇൻഡസിനടുത്ത് ഉയർന്നു വന്നതുകൊണ്ടാണ് ഇതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. 1855 ബ്രിട്ടീഷുകാർ റിവർ ഇൻഡസിനടുത്തായിട്ട് ഒരു റെയിൽവേ സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു. ഈ സമയത്ത് അവിടുത്തെ പണിക്കാരുടെ കണ്ണിൽ കുറച്ച് ബേൺഡ് ബ്രിക്സ് പെട്ടു. ഇവ ഒരു സംസ്കാരത്തിൻ്റേതാണെന്ന് ആ പണിക്കാർ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ അത് ഏത് കാലത്തേതാണ് എന്നൊന്നും അവർക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീട് 1921 ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ലോകത്തിന് മുന്നിൽ ലഭിച്ചത്. 2700 BC മുതൽ 1700 BC വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ നിലനിന്നിരുന്നത്. അപ്പോൾ എന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആരംഭിച്ചത്? 2700 BC മുതൽ. BC ആയതുകൊണ്ട് ഓരോ വർഷം കൂടുന്തോറും നമ്പർ കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ടാണ് 2700 മുതൽ 1700 BC വരെയുള്ള കാലഘട്ടമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പല സൈറ്റുകളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് 3 രാജ്യങ്ങളിലായിട്ടാണ്: പാകിസ്ഥാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹു വാസ് ദ ഡയറക്ടർ ഓഫ് ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1921? ആൻസർ സർ ജോൺ മാർഷൽ. സർ ജോൺ മാർഷൽ എന്ന വ്യക്തിയാണ് 1921 ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പുറം ലോകത്തെ അറിയിച്ചത്. വൈ ഈസ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ കോൾഡ് സോ? ഇൻഡസ് റിവറിനടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ ഹരപ്പൻ സിവിലൈസേഷൻ? എന്തുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്? കാരണം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹരപ്പ എന്ന് പറഞ്ഞ സൈറ്റായിരുന്നു. ആദ്യം കണ്ടെത്തിയ സൈറ്റിൻ്റെ പേരിൽ അതോടുകൂടിയിട്ട് ഈ സിവിലൈസേഷൻ അറിയപ്പെടാൻ തുടങ്ങി. അതാണ് ഹരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ മറ്റൊരു പേരാണ് ഹരപ്പൻ സിവിലൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഹരപ്പൻ സിറ്റീസ്. ഹരപ്പൻ സിറ്റീസിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? ഹരപ്പയിലെ ബിൽഡിങ്സ് എല്ലാം തന്നെ ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. കൂടാതെ അതെല്ലാം ഒരു പ്ലാനഡ് സിറ്റീസ് ആയിരുന്നു, അല്ലെങ്കിൽ പ്ലാനഡ് സ്ട്രീറ്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഹരപ്പൻ സിറ്റീസിന് 2 പാർട്ട് ഉണ്ടായിരുന്നു. ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. വെസ്റ്റേൺ പാർട്ടിൽ, അതായത് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ഹയർ അതോറിറ്റീസിൻ്റെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെയൊക്കെ വീട്, അതായത് പണക്കാരുടെയും രാജാക്കന്മാരുടെയും വീടുകളായിരുന്നു അവിടെ പടിഞ്ഞാറ് വശമുണ്ടായിരുന്നത്. ഈസ്റ്റേൺ പാർട്ടിൽ, കിഴക്ക് വശത്ത് സാധാരണക്കാരായ ജനങ്ങളുടെ വീടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാമാണ് ഹരപ്പൻ സിറ്റീസിൻ്റെ പ്രധാന സവിശേഷതകൾ. The drainage system was another feature of the Harappan cities. Justify. ശരിയാണ്, ഡ്രെയിനേജ് സിസ്റ്റമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. അവർ അഴുക്ക് ചാലിലൂടെയാണ് മാലിന്യങ്ങൾ കളഞ്ഞിരുന്നത്. നമുക്കറിയാം, ഇന്ന് പോലും പല സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ കളയാനായിട്ട് ഒരു നല്ല സംവിധാനങ്ങൾ ഇല്ല. പക്ഷേ ഇത് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഹരപ്പയിലെ ജനത ഇതെല്ലാം കണ്ടുപിടിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്, അല്ലേ? കാരണം ഇപ്പോൾ പോലും നമ്മുടെ പല സ്ഥലങ്ങളിലും അഴുക്ക് ജാലില്ലാത്ത അവസ്ഥയുണ്ട്. അഴുക്ക് ജാലുണ്ടെങ്കിൽ തന്നെ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അവർ കൃത്യമായി എല്ലാ വർഷങ്ങളിലും സ്റ്റോൺ സ്ലാബുകൾ മാറ്റിക്കൊണ്ട് അഴുക്ക് ജാല് വൃത്തിയാക്കി മാലിന്യമായിട്ടുള്ള ജലം ഒഴുക്കിവിടാനുള്ള അവസരങ്ങൾ ഒരുക്കിയിരുന്നു. അടുത്തത് നോക്കാം. വാട്ട് വെയർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്രേറ്റ് ബാത്ത് ഇൻ മൊഹൻജൊദാരോ? മൊഹൻജൊദാരോ എന്ന സിറ്റിയിൽ നിന്നും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തെളിവ് ലഭിക്കുന്നുണ്ട്. അത് ഗ്രേറ്റ് ബാത്ത് ആണ്. വലിയ കുളം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് എന്നത് അവരുടെ ആർക്കിടെക്ചറൽ സ്കില്ലിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ച് തന്നെയാണ് ഈ ഒരു കുളവും നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു കുളം അവർ ഉപയോഗിച്ചിരുന്നത് മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ നടത്തുവാനായിരുന്നു. ഇന്നത്തെ മതപരമായിട്ടുള്ള ചടങ്ങുകളുമായിട്ട് അതിന് ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനായിട്ട് ചില ഹിസ്റ്റോറിയന്മാർ ശ്രമിക്കുന്നുണ്ട്. റൈറ്റ് ഷോർട്ട് നോട്ട് എബൌട്ട് ഗ്രാനറി സിസ്റ്റം ഓഫ് ഹരപ്പ.
ഹരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു അവിടുത്തെ ഗ്രാനറി സിസ്റ്റം. ഗ്രാനറി അല്ലെങ്കിൽ കലവറ എന്ന് പറയുന്നത് അവിടെ അവരുൽപ്പാദിപ്പിച്ചിരുന്ന ഗ്രെയിൻസ്, മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവ കൂടുതലായി ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഉൽപ്പാദന മിച്ചമുണ്ടാകുമ്പോൾ അവർ ആവശ്യമുള്ളതെടുത്തു, എന്നിട്ടും ബാക്കിയുണ്ടെങ്കിൽ അവർ അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഈ ഗ്രാനറി സിസ്റ്റം വെളിവാക്കുന്നത് അവിടെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭരണകൂടം ഉണ്ടായിരുന്നു എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ റോൾ പ്ലേഡ് ബൈ ദ വില്ലേജസ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഹരപ്പൻ സിവിലൈസേഷൻ. ഹരപ്പൻ സിവിലൈസേഷൻ ആരംഭിക്കുന്നതിൽ അവിടുത്തെ ഗ്രാമങ്ങളുടെ റോള് എന്തായിരുന്നു? അഗ്രികൾച്ചറൽ ഫീൽഡ്സ് മുഴുവനായിട്ടും വില്ലേജസിലാണ് ഉണ്ടായിരുന്നത്. ഇൻഡസ് റിവറിൻ്റെ അരികിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിവിലൈസേഷനിലെ മണ്ണ് വളരെയധികം ഫലഭൂയിഷ്ഠമായിരുന്നു. അവർ കൃഷി കൂടാതെ ഗ്രാമങ്ങളിൽ മൃഗങ്ങളെയും വളർത്തിയിരുന്നു. വാട്ട് ആർ ദ എവിഡൻസസ് ദാറ്റ് സിഗ്നിഫൈ ദ ട്രേഡ് റിലേഷൻസ് ഓഫ് ഹരപ്പൻ പീപ്പിൾ? നമുക്കറിയാവുന്നതാണ്, ഹരപ്പൻ ജനത ട്രേഡിൽ ഏർപ്പെട്ടിരുന്നു. അവർക്ക് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിനുള്ള തെളിവുകളായിട്ട് ലഭിക്കുന്നത് അവിടെ നിന്നും തൂക്കക്കട്ടകളും മറ്റും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ളൊരു തൂക്കക്കണക്ക് ഉണ്ടായിരുന്നു എന്നത് ഇത് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ധാരാളം ഇൻസ്ക്രിപ്ഷൻസ് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒന്നൊരു മെസപ്പൊട്ടേമിയൻ ഇൻസ്ക്രിപ്ഷനാണ്. അതിൽ പറയുന്നത് ഹരപ്പൻ സിവിലൈസേഷനെ മെലൂഹ എന്ന പേരിലാണ്. ഇത് മെസപ്പൊട്ടേമിയയുമായി ഹരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ ഷിപ്പിൻ്റെ ക്ലേ മോഡലും ഹരപ്പൻ സിവിലൈസേഷനിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നാണയങ്ങളുടെ യാതൊരുവിധ തെളിവുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് എബൌട്ട് ദ ബിലീഫ് സിസ്റ്റം ഓഫ് ഹരപ്പൻ പീപ്പിൾ. ഹരപ്പൻ ജനതയുടെ വിശ്വാസം എങ്ങനെയായിരുന്നു? അവിടെ നിന്നും ധാരാളം സീൽസ് ലഭിച്ചിട്ടുണ്ട്. ഇവയിലെല്ലാം തന്നെ ഹരപ്പൻ ജനതയുടെ ബിലീഫ് സിസ്റ്റത്തെക്കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അവർ മാതാവ് എന്ന ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു, അതായത് മദർ ഗോഡസ്. കൂടാതെ അവർ മരങ്ങളെയും മൃഗങ്ങളെയും എല്ലാം തന്നെ ആരാധിച്ചിരുന്നു. മൊഹൻജൊദാരോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വലിയ കുളത്തിൻ്റെ അവശിഷ്ടം അതൊരു മത ആചാരത്തിൻ്റെ ഭാഗമാണെന്നും പറയപ്പെടുന്നു. എക്സ്പ്ലെയിൻ ദ പ്രോഗ്രസ് അറ്റൈൻഡ് ബൈ ഹരപ്പൻ പീപ്പിൾ ഇൻ ക്രാഫ്റ്റ്മാൻഷിപ്പ്. കരകൗശല വിദ്യയിൽ ഹരപ്പൻ പീപ്പിളിൻ്റെ സംഭാവനകൾ എന്തെല്ലാമായിരുന്നു? അവർ സീൽസ്, ക്ലേ ഫിഗേഴ്സ്, യൂട്ടെൻസിൽസ്, ഓർണമെൻറ്റ്സ് മുതലായവയെല്ലാം നിർമ്മിച്ചിരുന്നു. അവരുടെ ആഭരണങ്ങളുടെ നിർമ്മാണം എന്നിവയെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. കൂടാതെ അവർ ക്ലേ ഉപയോഗിച്ചുകൊണ്ട് ആനിമൽസിൻ്റെ ഫിഗേഴ്സ്, മനുഷ്യരൂപങ്ങൾ എന്നിവയെല്ലാം നിർമ്മിച്ചിരുന്നു. കോപ്പർ, ബ്രോൺസ്, ഗോൾഡ് എന്നിവയുടെ ആഭരണങ്ങളും ഹരപ്പൻ സിവിലൈസേഷനിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് 1700 BCയിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹരപ്പൻ സിവിലൈസേഷൻ ഇല്ലാതായത്, തകർന്നടിഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. ഡിക്ലൈൻ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതിൽ ഒരു കാരണം ഫ്ലഡാണ്. എക്സ്റ്റേണൽ ഇൻവേഷൻസ്, അതായത് പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ, അതായത് കൃഷിയുടെ കുറവ്. എപ്പിഡമിക്സ്, അതായത് രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ. ഇവയുടെയൊക്കെ വ്യാപനം ഉണ്ടായതോടു കൂടിയിട്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇല്ലാതായിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ പഠിക്കാനുള്ളത്. കുഞ്ഞു കുട്ടികൾ മുതൽ കോളേജ് തലം വരെയുള്ള കുട്ടികൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ ടോപ്പിക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.